ചേട്ടൻ എടുക്കുന്നുണ്ട്. ഒക്കെ മേടിച്ച് നൈസായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ടേൺ അങ്ങ് എടുത്തിട്ട് ഹോമിയോ ആശുപത്രി നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴിക്ക് പോകുന്ന വഴിക്ക് കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി റൂട്ടാണത്. നമുക്ക് നേരെയാണ് പോകുന്നത്. പോയിട്ട് നമുക്ക് നേരെയാണ് വീടുകളും വണ്ടികളും എല്ലാം ഉണ്ട്. പക്ഷെ റോഡ് മാത്രം ഇത്ര മോശമായിട്ട് കിടക്കുന്നത്. മെയിൻ റോഡ് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ പോക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. ഇവിടെ ഒന്നും റെഡിയാക്കണ്ടല്ലേ? ഒരു കാര്യം മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത്. സിമ്പിൾ റോഡ് അങ്ങോട്ട് എത്താനുള്ള, അപ്പോൾ ഇതാണ് ആദ്യം അവർ ടാർ ചെയ്യേണ്ടത്. ടാർ ചെയ്തതിൽ മിനിമം ഒരു ക്വാളിറ്റി ഉണ്ടേ. സ്ഥിരം വണ്ടിയൊക്കെ വണ്ടി കിടക്കുന്നുണ്ട്, ഓട്ടോറിക്ഷ. അതെ, വണ്ടിയൊക്കെ കയറുന്ന സ്ഥലം കണ്ടായിരുന്നു. ഇവിടെ സോണിലേക്ക് കയറി പറയുന്നുണ്ട്. എൻഡോർക്കായതുകൊണ്ട് മാത്രം നമ്മൾ കയറി പോകുന്നു അല്ലേ? എൻഡോർക്കിൻ്റെ പരസ്യമാണോ? അതെ, നല്ല സ്ഥലം. ഇവിടെ വീടുണ്ട്, എന്നിട്ടാണ് റോഡ് ഇങ്ങനെ കിടക്കുന്നത്. അതാണ് അവസ്ഥ. നല്ല വീടും സ്ഥലമൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അതെ, ഷൂട്ടിങ്. സുഹൃത്തുക്കളെ, ഞങ്ങളിങ്ങനെ താണ്ടിയാണ് പോകുന്നത്. അതെ, ചെങ്കല്ല് സീനാണ്. നമ്മുടെ മോഡൽ സ്കൂളിൻ്റെ ഗേറ്റ്, മതിൽ എല്ലാം കൂടി വരുന്ന ഒരു എൻട്രൻസ് ഇപ്പോൾ വരും. അവിടെ നമുക്ക് പേര് കാണാൻ പറ്റും. ഗവൺമെൻറ് മോഡൽ സ്കൂൾ, റെസിഡൻഷ്യൽ സ്കൂളാണ്. അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ മൊത്തം അല്ലേ വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ? വൃത്തിയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? ഇവിടെയുള്ള ആളുകളൊക്കെയാണ്. ഓക്കെ, ഒരു രക്ഷയില്ല കേട്ടോ. വലിയ ബിൽഡിങ്ങാണ്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ വണ്ടി വെക്കാൻ പോയി. വണ്ടി വെച്ചിട്ട് വരട്ടെ. ഇല്ലീഗലൊന്നുമല്ല, ആളുകൾ അതുവഴിക്ക് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിയൊക്കെ ഇവിടെ കിടക്കുന്നത്. മൂന്ന് നില ബിൽഡിങ്ങാണ് ഗൈസ്. ഹോസ്റ്റൽ തന്നെ മൂന്ന് നില ബിൽഡിങ്ങായിട്ട് വരുമ്പം ബാക്കി കാണാൻ പോകുന്ന അതിൻ്റെ വലുപ്പം ഞാൻ പറയണ്ടല്ലോ. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ബിൽഡിങ്ങും ആ റെസിഡൻസും ഒരു രക്ഷയില്ല. വ്യൂ ഇതാണ്. എന്ത് രസമാണ്. ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. ഇത്ര നല്ലൊരു എക്കോ സിസ്റ്റം ഉള്ളൊരു സ്കൂൾ. ഈ ഹോസ്റ്റൽ ബ്ലോക്ക് കഴിഞ്ഞ ശേഷം അപ്പുറത്ത് വേറൊരു ഹോസ്റ്റലുണ്ട്. മിക്കവാറും അത് ഗേൾസ് ഹോസ്റ്റലായിരിക്കണം. ഇത് ബോയ്സിൻ്റെ ഹോസ്റ്റലും. എന്താണെന്ന് അവിടെ നെയിമൊന്നും എഴുതി വെച്ചിട്ടില്ല. എന്തായാലും ഇതിൻ്റെ പൊക്കം കണ്ടിട്ട് ഇത്ര പൊക്കത്തിൽ ഹോസ്റ്റൽ മാത്രമേ പണിയാറുള്ളൂ. ഇത് കണ്ടോ, സെൻട്രൽ ഹാളുള്ള രണ്ടാമത്തെ സ്കൂൾ കോമ്പൗണ്ടാണ്. മിക്കവാറും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അങ്ങനെ ആയിരിക്കും അവർ പണിതിട്ടുണ്ടാവുക. സെയിം സെൻട്രൽ ഹാളിട്ട് കുറച്ചുകൂടി ചെറുതാണ് ഹൈസ്കൂളിന്, അല്ലെങ്കിൽ UP LP 1ാം ക്ലാസ് അതൊക്കെ വരുന്ന അവിടെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതെന്ത് ഹോസ്റ്റലാണോ അതോ ക്ലാസ് റൂംസ് ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതൊരു ക്ലാസ്സിൻ്റെ തന്നെ പരിപാടിയാണ്. നമ്മളിതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എന്തായാലും കാണിച്ചു തരാം. രണ്ടാമത്തെ സെൻട്രൽ ഹാളിലുള്ള ബിൽഡിങ്ങിലേക്ക് കയറാം. അങ്ങനായിട്ട് നല്ല നീളമുണ്ട് ഗൈസ്. അതിൻ്റെ താഴേക്ക് ഒടുക്കത്തെ വ്യൂ ആണ്. താഴേക്ക് ഇങ്ങനെ മലേൻ്റെ സ്ലോപ്പ് ഇങ്ങനെ വന്ന ശേഷം അപ്പുറത്തെ മലയുടെ സ്ലോപ്പ്. ഇവിടുന്ന് ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആണ്. അതെ, ഇങ്ങനെ ഒരു സ്കൂളല്ല, ഇങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇത്രയും വലിയൊരു സ്കൂള്. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കര വലുതാണ്. നല്ല നീളമുണ്ട്. ഇതിങ്ങനെ ഒരേ സ്ക്വയർ പോലെ ഇങ്ങനെ ഒരേ നീളം 4 സൈഡിലും 2 നിലയായിട്ട് കിടക്കുന്നു. അതിൻ്റെ മുകളിൽ ടെറസ് നടുക്കൊരു ഗ്രൗണ്ടുണ്ട്. സെൻട്രൽ ഹാൾ പോലെ ഫങ്ഷൻസൊക്കെ നടത്താനും കുട്ടികൾക്ക് എന്താ പറയുക നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ 2 ബിൽഡിങ്ങുകൾ വരുന്നത്. ഇങ്ങനെ നടക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇതിൻ്റെ ചുറ്റിനും ഗ്രൗണ്ട് ഇങ്ങനെ ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ വ്യൂ ഇതാണ്. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു മല പോലത്തെ സ്ഥലത്താണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്, ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ. അതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കുമ്പോൾ ബമ്പം ഭീകര വ്യൂ ആണ്. കണ്ടോ, ടവറും മലയും ആ ചെറിയ കുന്നുകളും ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടോ അവിടെ. കണ്ടോ, അതൊരു രക്ഷയില്ല. ടാങ്ക പുലിയൊന്നുമല്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ. കുട്ടികൾക്കൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓടിക്കളിക്കാനും അവരുടെ ഒരു ഒടുക്കത്തെ മെമ്മറി ആയിരിക്കും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര വൈബായിരിക്കും. ഉണ്ടോ, ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സ്ക്വയർ പോലെ ഇതേ നീളത്തിൽ അങ്ങ് പോവാണ് ഗൈസ്. അതുകൊണ്ട് ഒരു സൈഡ് മാത്രമല്ല നീളം, സ്ക്വയർ പോലെ പോകുന്നത്, റെക്ടാങ്കിളേ അല്ല. ഇത് വൻപം പരിപാടിയാണ്.
നല്ല നല്ല ക്വാളിറ്റി കൺസ്ട്രക്ഷനും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും എല്ലാം നല്ല കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അല്ലേ. A ക്ലാസ് അഡ്വാൻസ്ഡ് സ്കൂൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു, നമ്മൾ കണ്ണൂരുള്ള ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ കാണുമ്പോൾ അത് ഇതേ ഫീലാണ് അല്ലേ. കണ്ണൂർ പോകുമ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്ക് സെൻട്രൽ ഹാളുള്ള UP. അത് ഒടുക്കത്തെ വ്യൂ അത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ ചെന്ന് നമ്മൾ എന്തായാലും കാണിച്ചാൽ അതിൻ്റെ അകത്ത് കയറാൻ പറ്റും. ഇതുണ്ടോ, ഇതിങ്ങനെ നല്ല നീളത്തിലിങ്ങനെ കിടക്കുകയാണ്. ഇതുപോലത്തെ എത്ര ബിൽഡിംഗ് ആണെന്ന് അറിയാം, 5 ബിൽഡിംഗ് ഉണ്ട് ഇവർക്ക്. അത് റിസപ്ഷൻസ്, അതായത് പുറത്തുനിന്നുള്ള അധ്യാപകർ റിസപ്ഷനൊക്കെ വരുമ്പം അവർക്ക് വേണ്ടി കയറാൻ വേണ്ടി വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അത് ഇത്ര പൊക്കമില്ല, ചെറുതാണ്. അതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇങ്ങനെ നീളത്തിന് കിടക്കുകയാണ് ഈ സാധനം. കുട്ടികളുടെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു എൻട്രൻസ് ആണ് ഇത്. മെയിൻ എൻട്രൻസ് അല്ല, ഇത് രണ്ടാമത്തെ ബ്ലോക്കിലെ ഒരു എൻട്രൻസ്, രണ്ടാമത്തെ എൻട്രൻസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. അതായത് നമ്മുടെ അഡ്മിഷനെ കുട്ടികൾ വരുമ്പോഴും, അല്ലെങ്കിൽ എന്താ പറയുക, മെയിനായിട്ടുള്ള 1-2 വർഷത്തിനുള്ളിൽ വീണ്ടും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളില്ലാതെ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുട്ടികൾ പഠിക്കാനുള്ള അഡ്മിനിസ്ട്രേഷനൊന്നും സ്റ്റാർട്ട് ആവാനായിട്ടില്ല, ടൈം എടുക്കും. ആ അതെ അല്ലേ, ഇത് എത്ര കുട്ടികൾ പഠിക്കണം അല്ലേ. എനിക്ക് തോന്നുന്നു ഈ ജില്ലയിലെ എല്ലാ ട്രൈബൽസ് കുട്ടികൾക്കും ഈ ഏരിയ ഉള്ളവർക്കെല്ലാം പഠിക്കാൻ പറ്റുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞത് റിസപ്ഷൻ ഹാള്. ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനും അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ഒരു പരിപാടിക്കൊക്കെ ആയിട്ട്. ഇത് ഇവിടെ വന്നാൽ അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ഇത് കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ നമുക്കൊരു ഇത് തോന്നാത്ത അല്ലേ. ഇത് വെട്ടിത്തെളിച്ച് സെറ്റപ്പ് ആക്കിയാണല്ലോ. ഇപ്പോൾ തന്നെ അതിന് ഒടുക്കത്തെ ലുക്കാണ്. വെട്ടിത്തെളിച്ച് റേഡിയൊക്കെ എടുത്ത ഒടുക്കത്തെ ഒരു വ്യൂ ആയിരിക്കും. ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ഗ്രൗണ്ട് ഹാളുള്ള കുട്ടികളുടെ ഒരു ക്ലാസ് റൂംസും കുറേ സെൻട്രൽ ഹാളും എല്ലാം കൂടിയുള്ള ബിൽഡിംഗ്. അതെ അതെ, ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് മെയിൻ എൻട്രൻസ് വണ്ടികൾക്ക് കയറാൻ അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കാണ്. ഇത് എന്നാ വലിയ ബിൽഡിങ്ങാ, ഇതിൻ്റെ നീട്ടവും വണ്ണവും വീതിയും രക്ഷയില്ല. ഈ കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ ഒരു ഭംഗി തോന്നാത്ത. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അല്ലാണ്ട് ഫീൽ ചെയ്യും എത്രത്തോളം വലുതാണ്. പറഞ്ഞ മെയിൻ എൻട്രൻസ് ആണ്. ഈ ഒരു ഗേറ്റും പിന്നെ ആരോ പാസേജും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭീകര നീളം. മണ്ടയിൽ ഇതിൻ്റെ പേരുണ്ടാവും സാധ്യതയുണ്ട്. കാണുന്നുണ്ടോ, ഷെയ്ഡ് അടിക്കുന്നുണ്ട്. ഓക്കെ, ഗവൺമെൻറ് മോഡൽ സ്കൂൾ, റെസിഡൻഷ്യൽ സ്കൂൾ, പട്ടിക. ഇതിൻ്റെ ടോപ്പ് നോച്ച് ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, നമ്മുടെ ബാംഗ്ലൂരിലൊരു ഈസ്റ്റ് വേൻഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതിൻ്റെ അതൊരു 4 നില ബിൽഡിങ്ങാണ്. ഇത് 2 നില എന്ന് പറയാം. അപ്പം അതിൻ്റെ ഒരു സെയിം ക്വാളിറ്റി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് വന്നപ്പോൾ. അപ്പോൾ അഡ്വാൻസ് ലെവൽ കോളേജ് എന്ന് നേരത്തെ പറഞ്ഞല്ലേ, എമർജൻസി എക്സിറ്റും എൻട്രി ആണിത്. ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോൾ കണ്ടാണ്. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് തുടങ്ങാൻ സാധ്യതയുണ്ടല്ലേ, എടുത്ത് തുടങ്ങാൻ സാധ്യതയുണ്ടല്ലേ. എന്തായാലും ഒരു വർഷം അല്ലേ. അതെ, ഒരു ഗവൺമെന്റ് അല്ലേ. ഇത് പഴുതിട്ട് ഇത്ര ആക്കിയിട്ട് അല്ലേ വെച്ചോണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താവൂലും. അത് തന്നെ അവർ വിചാരിക്കണം. എവിടെ നോക്കിയാലും ബിൽഡിങ്ങാണ്. വേറെ ഇവിടെ ഒന്നും അടുത്തൊരു നല്ല കട പോലും ഇല്ല. അതിൻ്റെ ഇടയിലാണ് ഇത്രയും വലിയൊരു പരിപാടി. രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം പരിപാടി. പറ വിടുന്നു അല്ലേ, ഇതാണ് പരിപാടി. ഓക്കെ.